സർവേഷാം സ്വാഗതം. വിഷ്ണുസഹസ്രനാമദ്വാര സംസ്കൃത പഠനം കിഞ്ചിത് കുർമഃ. ആരംഭം കുർമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഛന്ദസ് നമ്മൾ ആദ്യം പറഞ്ഞില്ല. വേദവ്യാസ ഋഷി അനുഷ്ടുപ് ഛന്ദ. ശ്രീ വിശ്വരൂപോ മഹാവിഷ്ണുർദേവത. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാ സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂതസ്ത്രികകുബ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമ ക്രമ അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ കൃതിരാത്മവാൻ. അവിടെ പദങ്ങളായിട്ട് വരുമ്പോൾ ഈശ്വര, വിക്രമീ, ധന്വീ, മേധാവി, വിക്രമ, ക്രമ, അനുത്തമ, ദുരാധരിഷ, കൃതജ്ഞ, കൃതി, ആത്മവാൻ. ഇങ്ങനെയാണ് വരിക. അപ്പൊ അതില് ഓരോന്നോരോന്നായിട്ട് നോക്കുമ്പോൾ ആദ്യം ഈശ്വര, ഈ ശിവ ശിവര വിസർഗോ ഈശ്വര. ചൊല്ലി വരുന്ന സമയത്ത് അത് ഈശ്വരോ എന്നായിട്ട് മാറും. ശ്ലോകമായിട്ട് വരുമ്പോ ഈശ്വര എന്നുള്ള പദമാണ്. അപ്പൊ അതിന്റെ അത് അകാരാന്തം ആയിട്ടുള്ള രൂപമാണ്, അകാരാന്ത പുല്ലിംഗം ഈശ്വര. അതിന്റെ ചതുർത്ഥിയായിട്ട് വരുന്നത് ഈശ്വരായ എന്നാണ്. അതുകൊണ്ട് തന്നെ നാമം വരുന്ന സമയത്ത് ഈശ്വരായ നമ എന്ന് വരും. ഇനിയിപ്പോ ഈ ഈശ്വര എന്നുള്ളത് ആരാണ്? ഈശ്വരൻ ആരാണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശിത്വം ഉള്ളയാള് ഒക്കെയാണ് ഈശ്വരൻ. ശക്തൻ എന്നുള്ളൊരർത്ഥമാണ്. എല്ലാ കാര്യങ്ങൾക്കും ശക്തി ഉള്ളയാള് തന്നെ, എല്ലാ ശക്തികളും ഉള്ളയാള്.
അവന്റെ ഉള്ളിൽ എല്ലാ ശക്തിയും ഉണ്ട്. സാധാരണ നിലയ്ക്ക് ചിലർക്കൊക്കെ അറിയണ്ടാവും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ശക്തികൾ. ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികളാണ് 3 ശക്തികൾ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇങ്ങനെ 3 ശക്തികളാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 ശക്തികളും വേണം. കാരണം ഇച്ഛാശക്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണെങ്കിൽ, ഏത് കാര്യം ആയിക്കോട്ടെ, ആ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇച്ഛ വേണം, ഒരു ആഗ്രഹം വേണം. ഇച്ഛാശക്തി ഉണ്ടാവണം. ഇച്ഛാശക്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്കത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതുപോരാ. അപ്പോ ജ്ഞാനശക്തി കൂടി വേണം. അറിവ്, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി വേണം. പിന്നെ ക്രിയാശക്തിയും കൂടെ വേണം. എനിക്ക് അറിയുകയും ചെയ്യാം, ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള കഴിവ് എനിക്കില്ല, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതിനെ കൊണ്ട് കാര്യം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ക്രിയാശക്തിയും കൂടി വേണം. അതാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇങ്ങനെ 3 ശക്തികൾ. ആ ശക്തികൾക്കൊക്കെ അധീശനായിട്ടുള്ള ആള് എന്നർത്ഥം. ഇത് ഈ ശക്തി എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്. ശക്തി അതിന്റെ ഒക്കെ ആളായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥം. ഈശ്വരൻ എന്നൊക്കെ വരുന്നത് ആ ഒരു കാരണത്താലാണ്. ഈശ്വര, അത് ഈശ്വരോന്നായി. അടുത്തത് വിക്രമി എന്നുള്ള അർത്ഥം. വിക്രമി എന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് വിക്രമം ഉള്ളയാൾ നമുക്കറിയുന്ന ഒരു അർത്ഥം തന്നെയാണ്. നല്ല വിക്രമനാണ് എന്നൊക്കെ പറയില്ലേ, ശക്തി തന്നെയാണ് ഉദ്ദേശം. പക്ഷെ ഈ പറഞ്ഞ ശക്തിയല്ല എന്ന് മാത്രം. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ മാത്രമായിട്ട് ഉദ്ദേശിക്കുകയല്ല. അപ്പോ അതുകൊണ്ടൊക്കെ പ്രവൃത്തികൾക്ക് ശക്തിയുള്ള ആളാണ്, പ്രവൃത്തികൾ ധാരാളമായിട്ട് ചെയ്യും. വീര്യം, വിക്രമത്വം ഉള്ളയാള്, ധൈര്യം ഉള്ളയാള് എന്നൊക്കെ പറയാം. പിന്നെ നമുക്ക് ഈ വിക്രമൻ, ത്രിവിക്രമൻ എന്നൊക്കെ പേര് വരാനുള്ള ഒരു കാരണമുണ്ട്. വിക്രമൻ എന്നും ത്രിവിക്രമൻ എന്നൊക്കെ മഹാവിഷ്ണുവിന്റെ പര്യായങ്ങളാണ്. അത് വിക്രമം കാണിച്ചത് കൊണ്ട് ഒരർത്ഥാണ്. അത് പിന്നെ വിക്രമം കാണിച്ച ഒരവസ്ഥ എപ്പോഴാണ്? വാമനാവതാരത്തില് ഒരു വിക്രമത്വം കാണിച്ചിട്ടുണ്ട്. വാമനനായി വന്നു, കണ്ടപ്പോ ഒരു സാധുവായിട്ട് തോന്നി, അവിടുന്ന് പെട്ടെന്ന് മാറ്റം വന്നിട്ട് വിക്രമ സ്വഭാവം കാണിച്ചു. അങ്ങനെ ഒരു വിക്രമത്വം, ത്രിവിക്രമത്വം എന്നൊക്കെ പറയാം. ഈ വിക്രമം എന്നുള്ള വാക്കിന് വേറെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ വിശേഷ ക്രമെന്നും വിഗതക്രമം എന്നൊക്കെ പറയാം. അപ്പോ ക്രമത്തെ നോക്കാതെ ചെയ്യുന്നയാൾ എന്നൊരർത്ഥം പറയാം. അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ ഈ വിക്രമനും ചെയ്തത്. ആദ്യം ചെറിയൊരു രൂപമായിട്ടാണ് വന്നതെങ്കിൽ പെട്ടെന്ന് ക്രമമൊക്കെ മാറ്റി വലിയ രൂപം എടുത്തില്ലേ. ഇപ്പൊ ചെറിയ കാലുകൾ മാത്രമായിട്ടുള്ളതാണ് എന്നുള്ള ധാരണയിലാണല്ലോ. അപ്പൊ പെട്ടെന്ന് ആ 3 ചുവട് കൊണ്ട് 3 ലോകവും അളന്ന ആ രൂപം. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നിങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പൊ വിക്രമി എന്നുള്ളത് നകാരാന്തായിട്ടുള്ള രൂപമാണ്. വിക്രമി, വിക്രമിണൗ, വിക്രമിണ. ഹേ വിക്രമി, ഹേ വിക്രമിണൗ, ഹേ വിക്രമിണ. വിക്രമിണം, വിക്രമിണൗ, വിക്രമിണ. വിക്രമിണ, വിക്രമിഭ്യാം, വിക്രമിഭി. വിക്രമിണേ, വിക്രമിഭ്യ എന്നാണ്. വിക്രമിണേ എന്നാണ് വരിക. വിക്രമീ എന്നുള്ളതിന് വിക്രമിണേ എന്ന് വരും. അതാണ് ചതുർത്ഥി. അപ്പൊ ഓം വിക്രമിണേ നമ, ഈശ്വരായ നമ, വിക്രമിണേ നമ. ഇങ്ങനെ 2 രൂപങ്ങള്, 2 നാമങ്ങള്. ഇപ്പൊ ഈശ്വരോ വിക്രമീ എന്ന് രൂപം. പിന്നെ അടുത്തത് ധന്വീ എന്നാണ്. ധന്വീ, ധനു ഉള്ളയാളാണ് ധന്വി. ധനു എന്നുള്ള ആയുധം അസ്യ അസ്തി ഇതി ധന്വി. ഈ ധനു ഉള്ളയാൾ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട ധനുസ് ഏതാണ്? ശാർങ്കം എന്ന് പറഞ്ഞുള്ള ഒരു വില്ലാണ് മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ളത്. ശാർങ്കം അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ്.
അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ പറയാം. പിന്നെ ഈ വില്ല് കയ്യിൽ വെച്ച ആള് അതാണ് ധന്വി. പിന്നെ ഈ വില്ല് കൊണ്ട് പ്രധാനമായിട്ട് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടുള്ള ആള് ആൾക്കാരെ കൊല്ലുകയും, ആൾക്കാരെയല്ല, ഏതെങ്കിലും ആൾക്കാരെയല്ല, ദുഷ്ടന്മാരെയൊക്കെ വധിക്കുകയൊക്കെ ചെയ്തത് ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമചന്ദ്രനാണ് ഈ ധനുസ് കൊണ്ട് പ്രധാനമായിട്ട് വധിക്കുകയൊക്കെ ചെയ്ത ആള്. അതൊക്കെ അതുകൊണ്ടൊക്കെ ഈ ഒരു പേരുകൾ ഇങ്ങനെ അന്വർത്ഥമായിട്ട് വരുന്നു. കോദണ്ഡരാമൻ എന്നൊക്കെ പറയില്ലേ, കോദണ്ഡരാമനാണ് എന്നൊക്കെ പറയും. അങ്ങനെ വില്ല് ഉള്ള ആൾക്കാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അവതാരം ആയതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു പേരും പറയാം, ധന്വി. അതും നകാരാന്തായിട്ടുള്ള രൂപാണ് ധന്വി. ഇപ്പൊ നമ്മൾ ചൊല്ലിയതുപോലെ തന്നെ ഇപ്പൊ ധന്വിനേ എന്നാവും അതിന്റെ ചതുർത്ഥി. ധന്വിനേ നമ, ധന്വിനേ, ധനുവി നേ, ധന്വിനേ നമ എന്ന് വരും. അപ്പൊ ധന്വി, ഈശ്വരോ വിക്രമീ ധന്വി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈശ്വരോ വിക്രമീ ധന്വി, മേധാവി. അടുത്തത് മേധാവി എന്നുള്ള രൂപമാണ്, മേധാവി. ഈ മേധാവി എന്നുള്ളതും ഈ നകാരാന്താണ്. മേധാവിനേ നമ എന്ന് വരും, മേധാവി. ഇപ്പൊ നമ്മൾ ധന്വി എന്നൊക്കെ ചൊല്ലിയതുപോലെയാണ് ചെല്ലുക, ധന്വിനെ. അതുപോലെ തന്നെ മേധാവിനെ എന്ന് രൂപം വരും, മേധാവി. ഈ മേധാവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേധാശക്തി ഒക്കെ ഉള്ളയാളാണ് മേധാവി. ഈ മേധാശക്തി എന്ന് പറഞ്ഞാൽ പൊതുവെ ബുദ്ധിശക്തിയെ ആയിട്ട് പറയാറുണ്ട്. ബുദ്ധിശക്തിയായിട്ട് പറയാറുണ്ട് മേധാശക്തി, ബുദ്ധിശക്തി. പരമബുദ്ധിമാൻ എന്നൊക്കെ പറയാം. എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളയാള്. എല്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക, അത് വേണ്ടതുപോലെ ഗ്രഹിക്കുക, അതൊക്കെ അതിനുള്ള കഴിവ് ഉള്ള ആളാണ് മേധാവി. അതുപോലെ തന്നെ ഈ മേധാശക്തിയെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടും മേധാവി എന്നുള്ള ഒരർത്ഥം പറയാം. ഈ മേധ എന്ന് പറഞ്ഞ ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ബുദ്ധിയുടെ വിഷയമാണ് ബോധം. ആ ബോധം ഈ ഉള്ളയാള്, ബോധമുള്ളയാള്, അനന്തമായിട്ടുള്ള ഈ അനന്തം എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് ഒരു ഏകജ്ഞാനി എന്നുള്ള തരത്തിൽ വരും. ഒരേ സമയത്ത് തന്നെ ഏകജ്ഞാനി എന്നൊക്കെ പറയാൻ കാരണം ഒരേ സമയത്ത് തന്നെ പല പല കാര്യങ്ങളും അറിയും. ഒറ്റ സമയം കൊണ്ട് പല പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ള, അങ്ങനെയൊക്കെ ഉള്ളയാള്. ഈ സരസ്വതിയെ പറ്റി പറയാറില്ല. അപ്പൊ സരസ്വതിയെ പറ്റി അങ്ങനെ ഒരു പറയാറുണ്ട്. ഈ മഹാവിഷ്ണുവിന്റെ നാവാണ് സരസ്വതി എന്ന് പറയാറുണ്ട്. മഹാവിഷ്ണുവിന്റെ നാവാണ് സരസ്വതി എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് മേധാവി. അപ്പോൾ ഈശ്വരോ വിക്രമീ ധന്വി മേധാവി. പിന്നെ വിക്രമ. വിക്രമ എന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ വിക്രമി എന്ന് പറഞ്ഞല്ലോ, ഏതാണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് വിക്രമ എന്നുള്ളതിനും. പിന്നെ വിക്രമം ഉള്ളയാള്, വിക്രമം ഉള്ളയാള് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാലുകളെ കൊണ്ട് അളന്ന അതൊക്കെ വിക്രമത്തിൽ പെടും. ഈ ലോകത്തിനെ തന്നെ 3 ഘട്ടങ്ങളായിട്ട് മനസ്സിലാക്കുന്ന, അളക്കുന്ന ആള്. പിന്നെ വേറൊരു അർത്ഥം പറയാനുള്ളത്, പിന്നെ വിക്രമൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. വി എന്ന് പറഞ്ഞാല് അത് ഒരു മനസ്സിലാക്കാനുള്ള, ഒരു സംസ്കൃതം പഠിക്കാനൊക്കെ ഉള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ നല്ലതാണ്. വി എന്നുള്ള വാക്കിന് ഒരർത്ഥം പക്ഷി എന്നൊരർത്ഥമുണ്ട്. പക്ഷി, വി എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. അപ്പോ
വിക്രമ എന്ന് പറയുമ്പോൾ പക്ഷികളുടെ രാജാവ്, നേതാവ് ഒക്കെയുള്ള അർത്ഥം പറയാറുണ്ട്. ക്രമം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രമത്തിൽ എന്ന് പറയുമ്പോൾ ഓരോരോ പടികളായിട്ട്. അങ്ങനെ ഈ മഹാവിഷ്ണുവിന്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡനായിട്ട് പറയും. അപ്പൊ അത് തന്നെ പക്ഷികളുടെ രാജാവ്. ആ പക്ഷികളുടെ രാജാവ് അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന, അതിന്റെ നേതാവ്, അതിൽ സഞ്ചരിക്കുന്ന എന്നർത്ഥം. അങ്ങനെ ഒരർത്ഥം കൂടി പറയാം. ഗരുഡവാഹനൻ ആയിട്ടുള്ള എന്നൊരർത്ഥം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ ഗരുഡവാഹനനായിട്ട് ഗരുഡന്റെ മുകളിൽ സഞ്ചരിക്കുന്നവൻ. ഇത് മനസ്സിനെയാണ് വെളുത്ത കഴുകനായിട്ടും ഈ പക്ഷിയായിട്ടൊക്കെ പറയുന്നത്. അതിന്റെ മുകളിൽ സഞ്ചരിക്കുന്ന എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വിക്രമ. അപ്പോ ഈശ്വരോ വിക്രമീധൻവി മേധാവി വിക്രമ. അടുത്തത് ക്രമ. ക്രമ എന്ന് പറയുമ്പോ പിന്നെ എല്ലാദിക്കിലും വ്യാപിച്ചിരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. എല്ലാദിക്കിലും ക്രമണം ചെയ്ത എന്നൊരർത്ഥം. അനന്തം എന്നുള്ള അർത്ഥത്തില്. അപ്പോ വിഷ്ണു എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന അർത്ഥത്തിലാണല്ലോ. അതേപോലെ അനന്തമായിട്ടുള്ളത് ക്രമം, എല്ലാദിക്കിലും ക്രമിക്കുന്നത്. അതിക്രാമണം എന്നൊക്കെ പറയില്ലേ, അതിക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവിടേക്ക് പടരുക എന്നൊക്കെ ചെയ്യുന്നയാള്. അതാണ് ക്രമം ചെയ്യുന്നയാള് ക്രമ. അതായത് ഒരു ക്രമം എന്ന് പറയുമ്പോ നമുക്ക് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അടുത്തതിലേക്ക് വ്യാപിക്കുക, പടരുന്ന എന്നൊക്കെ അർത്ഥം. നമ്മൾ ഒരു നിയന്ത്രണ രേഖയിൽ നിർത്താൻ പറ്റുന്നതല്ല, അതിലും അപ്പുറത്തേക്ക് പോകുന്ന എന്നൊക്കെ ഒരർത്ഥം. അങ്ങനെ ഈ അതിനെയാണ് നമ്മള് സാധാരണ ഇതിലൊക്കെ പറയാറില്ലേ, പുരുഷ സൂക്തത്തിലൊക്കെ. പിന്നെ സഹസ്രശീരുഷാപുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിയും വിശ്വതോ വൃത്വ അത്യതിഷ്ഠത് ദശാങ്കുലം. എല്ലാത്തിനും നമ്മൾ പറഞ്ഞ പരിധിക്കൊക്കെ കണക്കാക്കിയിട്ട് പിന്നെയും ഒരു 10 അങ്കുലം അപ്പുറത്തേക്ക് ഇതാണ്. അപ്പൊ അങ്ങനെ ക്രമണം ചെയ്യുന്നയാള്, അതാണ് ക്രമ എന്നുള്ള അർത്ഥം. ഈശ്വരോ വിക്രമീധൻവി മേധാവി വിക്രമ. അപ്പൊ അവിടെ ക്രമ എന്നുള്ള ശബ്ദം അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ അങ്ങനെ ക്രമായ എന്നാണ് വരിക. വിക്രമ ക്രമ, ക്രമായ നമ എന്ന് വരും. ക്രമായ. അടുത്തത് അനുത്തമ. അനുത്തമ സാധാരണ നിലയ്ക്ക് നമുക്ക് തോന്നും ഉത്തമം അല്ലാത്തതാണോ അനുത്തമം. ഉത്തമം എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ, ഉത്തമം അല്ലാത്തത് അനുത്തമം ആണ് എന്നൊക്കെ ഒരു സംശയം നമുക്ക് പല സ്ഥലത്തും തോന്നാം. അപ്പൊ ഇതിന്റെ അർത്ഥം കുറച്ച് വ്യാപ്തി കൂടുതലുള്ളതാണ്. ഈ മഹാനായിട്ടുള്ള ആള്, വളരെ മഹാനായിട്ടുള്ള ആള്, ആ മഹാനായിട്ടുള്ള ആള് പിന്നെ എന്നുള്ളൊരർത്ഥം, മഹാനായിട്ടുള്ള ആള് എന്നുള്ള ഒരർത്ഥം. നമുക്ക് അതിനേക്കാൾ വേറൊരാളെ കിട്ടാനില്ല. സാധാരണ നമുക്ക് വിചാരിക്കുന്ന ഒരർത്ഥമുണ്ട്, അതിനേക്കാൾ അപ്പുറത്തുള്ള ആള്, ഒന്നായിട്ടുള്ള ആള്, അതിലും അപ്പുറത്തായിട്ട് ഉത്തമനായിട്ട് വേറൊന്നുമില്ല എന്നുള്ള അർത്ഥം. അതുകൊണ്ട് അനുത്തമ, അതിലും അപ്പുറത്ത് വേറൊരു ഒന്നും പറയാനില്ല എന്നുള്ള അർത്ഥത്തില്. അങ്ങനെയാണ് ഈ ഒരു അനുത്തമ എന്നുള്ളത്. നേരെ വിപരീത അർത്ഥമല്ല എന്ന് പറയാം. ഉത്തമൻ അല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഈ എല്ലാത്തിലും ഈ അനുത്തമ എന്നുള്ളതിന്റെ സ്വരൂപം വളരെ ആഴത്തിൽ പലതിക്കിലും പറയുന്നുണ്ട്. അനുത്തമ എന്നുള്ളതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. അനുത്തമായ എന്ന് വരും, അനുത്തമായ. അപ്പോ
ഈശ്വരോ അല്ലെ, ഈശ്വരോ വിക്രമീ ധൻവി മേധാവി വിക്രമ ക്രമ അനുത്തമോ. പിന്നെ ദുരാധരിഷ, ദുരാധരിഷ, ദുര് ആധരിഷ, അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. ദുരാധരിഷായ എന്ന് വരും. ദുരാധരിഷ, ധരിഷണം ചെയ്യാനൊന്നും സാധിക്കാത്തയാള് എന്നർത്ഥം. അപ്പൊ നമുക്ക് ആക്രമിക്കാൻ സാധിക്കില്ല, ആക്രമിച്ച് തോൽപ്പിക്കാൻ സാധിക്കില്ല, ഒന്ന് തടയാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഒന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല, കാരണം എന്താണ്, അത്രയും ശക്തനാണ്. ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് ദുരാധരിഷ എന്നുള്ള പേര്. അപ്പോ സാധാരണ തന്നെ മഹാവിഷ്ണു ഈ പല പല യുദ്ധങ്ങൾ നടന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളില് ഈ എല്ലാവരും തനിക്കെതിരായിട്ട് വരുമ്പോൾ ദേവന്മാർക്ക് ആരുമില്ലാത്ത അവസ്ഥയിലാണ് മഹാവിഷ്ണു അവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെല്ലുക. അപ്പോഴ് അവര് തളർന്ന സമയത്തായിരിക്കും ചെല്ലുക. അപ്പം ബാക്കി എല്ലാവരും അവനവന്റെ എതിര് എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിവുള്ള എന്നുള്ള അർത്ഥം. ശക്തരും അതിനേക്കാൾ ശക്തരുമായിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ വെറും ഇരകളായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള സ്വരൂപത്തിലേക്ക് അവരൊക്കെ തൻ്റെ സ്വാധീനത്തിൽ വരും. അവർക്കൊന്നും ഇങ്ങോട്ട് കീഴ്പ്പെടുത്താനാവില്ല. അവരുടെയൊക്കെ മനസ്സുകളെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുന്ന, അവരെയൊക്കെ അങ്ങോട്ട് കീഴടക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ രക്ഷോഗണങ്ങള് അതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്ന എന്നുള്ളൊക്കെ അർത്ഥം. അപ്പൊ അങ്ങനെ ഏതാ, ഈശ്വരോ വിക്രമീ ധൻവി മേധാവി വിക്രമക്രമ അനുത്തമോ അനുത്തമ എന്നുള്ളത് അനുത്തമോ എന്നായി മാറും. അനുത്തമോ ദുരാധരിഷ, ദുരാധ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം, ദുരാധരിഷ. അടുത്തത് കൃതജ്ഞ, കൃതജ്ഞ. കൃതജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതം ജാനാതി, ഒറ്റ അർത്ഥത്തിൽ പറയുമ്പോൾ കൃതം ജാനാതി ഇത് കൃതജ്ഞ, ചെയ്തതിനെ അറിയുന്നയാള്, ചെയ്തതിനെ അറിയുന്നയാള് എന്നൊരർത്ഥത്തിലാണ് ഒറ്റ ഇതില് ആ പദം വരിക, കൃതം ജാനാതി. അപ്പൊ അതിനെന്താണ് ബാഹുല്യം? എന്താണ്? ആരെന്ത് ചെയ്താലും അറിയുന്നയാണ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അറിയുന്നയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ, അത് മാനസികമായിക്കോട്ടെ, വൈകാരികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ബൗദ്ധികമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങള്, ലക്ഷ്യങ്ങളെ പറ്റിയിട്ടുള്ള ബോധം, ഇതൊക്കെ കൃത്യമായിട്ടുള്ള ആള്, അതാണ് കൃതം ജാനാതി, കൃതജ്ഞ. എല്ലാത്തിനെയും അറിയുന്ന ഏകനായിട്ടുള്ള ജ്ഞാനി, അതാണ് കൃതജ്ഞ. അതുമാത്രമല്ല, എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ കൊണ്ട് ശോഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാർത്ഥത എത്രയുണ്ടോ അത് മനസ്സിലാക്കിയിട്ട്, ഭക്തിയുടെ ആഴം എത്രയുണ്ടോ അത് മനസ്സിലാക്കിയിട്ട്, അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി എത്രയുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടത് കൊടുക്കും. അതിനെ മനസ്സിലാക്കുന്നയാൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നയാള് അതിനനുസരിച്ചുള്ള പ്രതിഫലവും കൊടുക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്നർത്ഥം. എല്ലാവർക്കും വേണ്ടത്ര സന്തോഷം കൊടുക്കുന്നയാളാണ്, അങ്ങനെയൊക്കെ പറയാന്നർത്ഥം. ഇതിന്റെ അനന്തരഫലമായിട്ട് വരുന്നതാണ് അതൊക്കെ. അപ്പൊ കൃതജ്ഞ. ഈശ്വരോ വിക്രമീ ധൻവി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ. പിന്നെ കൃതി എന്നുള്ളതാണ് അടുത്തത്. കൃതി, കൃതജ്ഞ എന്നുള്ളതും അകാരാന്താണ്. അപ്പൊ കൃതജ്ഞായ എന്ന് രൂപം വരും. അടുത്തത് കൃതി. കൃതി, കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ചില കൃതികളൊക്കെ. കൃതികൾ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. ഇതിന്റെ പല പല പ്രവൃത്തികളുണ്ട്. ഇത് തന്നെ നേരത്തെ നമ്മൾ കൃതജ്ഞ എന്ന് പറഞ്ഞതിന്റെ വേറൊരു സ്വരൂപം ആണ് എന്ന് മാത്രം.
പല പല പ്രവൃത്തികൾ. ആ പ്രവൃത്തികളുടെയൊക്കെ പിന്നില് ചലനാത്മകമായിട്ട് ഒരു ചലനം സൃഷ്ടിക്കണമെങ്കിൽ അതിന് പറ്റിയ ആൾ വേണം. അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി, അതാണ് കൃതി. ഈ കർമ്മഫലങ്ങള് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നിർബന്ധമായിട്ടും വേണ്ടത് എന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്, ഇപ്പോ കർമ്മം ചെയ്താൽ അതിന്റെ കർമ്മഫലം വരും, പക്ഷെ അതിനുള്ള സാഹചര്യം ആര് കാരണമാണ്? അതാണ് കൃതി. അതായത് നമ്മളെ അനുഗ്രഹിക്കാനും അതുപോലെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാനും അതിനൊക്കെ പറ്റുന്നയാള്, അതിനൊക്കെ കണക്കായിട്ട് വരുന്നയാള്, കൃതിയായിട്ട് വരുന്നയാള്, അതാണ് കൃതി. അതായത് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം തരുന്നു എന്നുള്ള അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു സ്വരൂപം തന്നെ. കൃതജ്ഞ കൃതി. കൃതി എന്നുള്ളത് ഇകാരാന്താണ്. അപ്പൊ കൃതയേ നമ, കൃതയേ നമ എന്ന് പറയും. കൃതയേ നമ. അടുത്തത് കൃതി ആത്മവാൻ എന്നാണ്. ആത്മവാൻ, ആത്മവാൻ, ആത്മവാൻ എന്നുള്ള വാക്കിനർത്ഥം ആത്മാവിനോട് കൂടിയവനാണ് ആത്മവാൻ. ആത്മവാൻ എന്ന് പറയുമ്പോൾ ആത്മാവായിട്ടിരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ആത്മാവിനോട് കൂടിയവൻ, ആത്മാവായിട്ട് ഇരിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വരിക. എല്ലാ ജീവികൾക്കും ആത്മാവായിട്ട് ഉള്ളയാണ്. അതേപോലെ ഈ എവിടെയാണ് ഭഗവാൻ ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ട്. ആത്മാവ് എന്നുള്ളത് ആണ്. ആത്മാവ് എപ്പോഴും സ്വന്തം മഹത്വം അവിടെയാണ് സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുക, സ്ഥിരമായിട്ട് നിലകൊള്ളുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മവാൻ. അപ്പൊ നമുക്ക് നോക്കാം. ഈശ്വരോ വിക്രമീ ധന്വി. ഈ ആത്മവാൻ എന്നുള്ളത്, ആത്മവാൻ അത് തകാരാന്തായിട്ടുള്ള രൂപമാണ്. ആത്മവാൻ, ആത്മവന്തൗ, ആത്മവന്ത, അങ്ങനെ. അതിന്റെ ചതുർത്ഥി എന്ന് പറയുന്നത് ആത്മവതേ എന്നാണ്. അപ്പൊ ആത്മവതേ നമ, ആത്മവതേ നമ, ഇതാണ് രൂപമായിട്ട് വരിക. ആത്മവതേ നമ. അപ്പൊ നമുക്കത് പഠിക്കാം. ഈശ്വരോ വിക്രമീ ധന്വി. ഈശ്വരോ വിക്രമീ ധന്വി. ഈശ്വരോ വിക്രമീ ധന്വി. മേധാവി വിക്രമ ക്രമ. ഈ വിക്രമ ക്രമ എന്നുള്ള ദിക്കില്, രണ്ട് ദിക്കിലും വിക്രമ എന്ന് കഴിഞ്ഞിട്ടുള്ള വിസർഗം വിസർഗമായിട്ട് തന്നെ ചൊല്ലണം. ക്രമ എന്നുള്ളതും അതേപോലെ തന്നെ വിസർഗമായിട്ട് തന്നെ ചൊല്ലണം. വിക്രമക്രമ എന്ന് പോരാന്നർത്ഥം. ചിലപ്പോ ഒക്കെ ചെല്ലുമ്പോ വിക്രമക്രമ എന്ന് ചെല്ലും, അത് പോരാ. വിക്രമ ക്രമ അങ്ങനെ തന്നെ ചൊല്ലണം. ഈശ്വരോ വിക്രമീ ധന്വി. മേധാവി വിക്രമ ക്രമ. മേധാവി വിക്രമ ക്രമ. മേധാവി വിക്രമ ക്രമ. അനുത്തമോ ദുരാധരിഷ. അനുത്തമോ ദുരാധരിഷ. അനുത്തമോ ദുരാധരിഷ. ഈ ദുരാധരിഷ എന്നുള്ളത് ദുരാധർഷ വിസർഗാണ്. ദുരാധർഷ എന്ന് നമ്മൾ ഇതുവേ ചെല്ലാറില്ല. അപ്പൊ അത് ലേശൊരു മയപ്പെടുത്തിയിട്ട് എന്നുള്ളതല്ല. അപ്പൊ ദുരാധരിഷ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുക, അത്രേ ഉള്ളൂ. ദുരാധർഷ എന്ന് ചൊല്ലിയാൽ അങ്ങനെ ഒരു
തെറ്റ് എന്നൊന്നും പറയാനില്ല, പക്ഷെ പൊതുവെ നമ്മൾ ചൊല്ലുക ദുരാധരിഷ എന്നാണ്. അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ കൃതിരാത്മവാൻ. കൃതജ്ഞ കൃതിരാത്മവാൻ. കൃതജ്ഞ കൃതിരാത്മവാൻ. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമ ക്രമ. അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ കൃതിരാത്മവാൻ. ഇനി അടുത്തത് നോക്കാം. 10ാമത്തെ ശ്ലോകം. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹസംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സര വ്യാള പ്രത്യയ സർവദർശന. ഇങ്ങനെയാണ് വരിക. അപ്പോ ആദ്യം സുരേശ. സുരേശ എന്നുള്ളത് അകാരാന്താണ്, പുല്ലിംഗാണ്. അപ്പോ സുരേശ, സുരേശായ എന്ന് വരും ചതുർത്ഥി. സുരേശായ നമ എന്ന് വരും. സുരേശ എന്ന് പറഞ്ഞാൽ എന്താണ്? സുര എന്ന് പറഞ്ഞാൽ സുരന്മാര്, സുരൻ ദേവന്മാർ. സുര ഈശൻ, സുരന്മാരുടെ ഈശൻ, സുരന്മാരുടെ ഈശൻ, ദേവന്മാരുടെ ഈശൻ എന്നർത്ഥം. അവർക്കൊക്കെ ഈശനായിട്ടുള്ള ആള്. സുരന്മാര് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിൽ വാസിക്കുന്നവരാണ് സുരന്മാര്. അവരുടെയൊക്കെ ഈശനായിട്ടുള്ള ആള്. ഈശൻ എന്നാൽ എന്താണ്? ഈശൻ ഈ ഭഗവാൻ തന്നെ, അത് തന്നെയാണ് ഈശൻ. അപ്പൊ സുരന്മാരുടെയും ഈശൻ ആയിട്ടുള്ള ആള് എന്നർത്ഥം. അതുകൊണ്ടാണ് സുരേശൻ, സുരാണാം ഈശ, സുരേശ. അപ്പൊ ദേവന്മാർക്കും ദൈവം, ദേവന്മാരുടെയും ദേവൻ, സുരന്മാരുടെയൊക്കെ നാഥൻ. അപ്പൊ ദേവന്മാർക്ക് പൊതുവെ അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ ചെയ്യാനും അത് പാലിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളവരാണ് ദേവന്മാര്. അപ്പൊ അവരുടെയൊക്കെ നേതാവ്, നേതാവ് എന്ന് പറയുന്നില്ല, അവരുടെയൊക്കെ ഈശൻ, അവരിലൊക്കെ ഈശിത്വമുള്ളയാൾ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഈശനായിട്ടുള്ള ആള് എന്നർത്ഥം. ദേവന്മാര് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരുടെയും ദേവന്മാരാണ് സുരന്മാര്, അവരുടെയും ഈശൻ. അപ്പോ ഏറ്റവും മികച്ച ആള് എന്നൊക്കെ അർത്ഥം പറയാം, പരമനായിട്ടുള്ള ആള്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളതായ ഈ അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇല്ലാണ്ടാക്കുന്നവൻ, അതിൽ നിന്നൊക്കെ മോചനം തരുന്നയാള് എന്നൊക്കെയുള്ള അർത്ഥം പറയാം. സുരേശ, സുരേശായ എന്നാണ് രൂപം. അടുത്തത് ശരണം. ശരണം അത് അകാരാന്തം നപുംസകലിംഗമായിട്ടുള്ള രൂപമാണ്. ഇപ്പൊ ശരണായ എന്ന് രൂപം വരും. ശരണം ആയിട്ടുള്ള ആള്. ശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം, അഭയമായിട്ടുള്ള ആള്. കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ അഭയം കൊടുക്കുന്നയാള്. ജീവിതത്തില്
പല പല വിഷയങ്ങളെയും സമീപിക്കുമ്പോൾ പലതിലും പോരാ, ഞാനത്ര പോരാ എന്നൊക്കെയുള്ള തോന്നലുകൾ, പൂർണ്ണനല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നയാള് ശരണം, സംരക്ഷകൻ. അവർക്കൊക്കെ വീട് പോലെ ആയിട്ടുള്ള ആള്, നിവാസസ്ഥാനമായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള ആള്. അതുപോലെ ഈ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പല സ്ഥലത്തും കറങ്ങി നടന്നിട്ട് ആത്മാവ്, ജീവാത്മാവ് എന്നുള്ളത് പല പല ദേഹങ്ങളെയും കറങ്ങി തിരിഞ്ഞ് ഇതിലൂടെ അവസാനം ശരിയായിട്ടുള്ള വീട്ടിൽ തന്നെ എത്തും. അതാണ് പരമാത്മാവ്. ആ ഒരർത്ഥവും ഇതിനെ പറയാം. എല്ലാവർക്കും വീടായിട്ടുള്ള ആള്, അവസാനം എത്തിച്ചേരേണ്ട സ്ഥലം, എല്ലാവർക്കും ശരണമായിട്ടുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള പല പല അർത്ഥങ്ങൾ, സ്ഥാവര ജംഗമ വിഷയങ്ങൾക്കൊക്കെ നിവാസസ്ഥാനമായിട്ടുള്ളത്, അങ്ങനെയൊക്കെ ശരണം എന്ന് വരും. സുരേശ ശരണം. അപ്പോ കൂടി വരുമ്പോൾ സുരേശ വിസർഗം ശകാരായിട്ട് സുരേശ ശരണം എന്ന് വരും. അടുത്തത് ശർമ്മ. ശർമ്മ എന്ന് പറഞ്ഞാല് ഈ ആനന്ദം ആയിട്ടുള്ള ആള് തന്നെ, തീരാത്ത ആനന്ദത്തോടു കൂടിയ ആള്. ഈ മനസ്സിനും അതിൻ്റെയൊക്കെ അപ്പുറം, ഈ വെള്ളത്തിന്റെ അപ്പുറം, സാധാരണ പറയും വെള്ളത്തിന്റെ അപ്പുറം, കുറെ വെള്ളം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഒരു കടല്, അതിൻ്റെയൊക്കെ ആകുമ്പോൾ കടലിന്റെ അപ്പുറത്ത് ഒരു കരയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സമാധാനമാണ്, ആ കരയുണ്ട് എന്നുള്ള വിഷയം. അങ്ങനെയുള്ള ആ കര കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ആനന്ദമായിരിക്കുന്ന തീരങ്ങളുള്ള ആള് എന്നൊരർത്ഥം ശർമ്മ. സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള എന്നൊക്കെ പറയും. ശാന്തം, ശിവം, സുന്ദരം എന്നൊക്കെ പറയും. ആ ഭാവത്തിലുള്ള അതാണ് ശർമ്മ. അപ്പോ എന്താണ്? സുരേശ ശരണം ശർമ്മ. അടുത്തത് വിശ്വരേത എന്നാണ്. വിശ്വരേത അത് സകാരാന്തമായിട്ടുള്ള രൂപമാണ്. അപ്പൊ വിശ്വരേതസേ എന്ന് വരും നാമം. വിശ്വരേതസേ നമ. ഇപ്പൊ ശർമ്മ എന്നുള്ളത് നകാരാന്തായിട്ടുള്ളതാണ്. ഇപ്പൊ ശർമ്മണേ നമ എന്ന് വരും. ശർമ്മണേ നമ. ശരണം ശർമ്മ. ശർമ്മ എന്നുള്ളത് ശർമ്മണേ. പിന്നെ വിശ്വരേത, അതാണ് വിശ്വരേത. വിശ്വരേത, വിശ്വരേത അത് സകാരാന്താണ്. വിശ്വരേതസേ എന്ന് വരും രൂപം. വിശ്വരേതസേ നമ. ഈ വിശ്വരേതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രേതസ് എന്ന് പറഞ്ഞ വാക്കിന് വിത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. വിത്തുകൾ, വിത്ത്. അപ്പോ ഈ ലോകത്തിന് തന്നെ, വിശ്വത്തിന് തന്നെ രേതസ്സായിട്ടുള്ളത് ആള്, വിശ്വത്തിന് തന്നെ വിത്തായിട്ടുള്ള ആള്, ഈ വിശ്വം തന്നെ ഉണ്ടാവാനുള്ള കാരണക്കാരൻ, അതാണ് വിശ്വരേത. ഈ ജീവന്റേതായിട്ടുള്ള ഒരു വൃക്ഷം, അത് എവിടെ നിന്നാണ് ഉണ്ടായത്? ആ വിത്ത്. അങ്ങനെ എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന എന്നർത്ഥം. കാരണം ആണല്ലോ വിത്ത്. ആ കാരണക്കാരനായിട്ടുള്ള അതാണ് വിശ്വരേത. വിശ്വത്തിന് തന്നെ കാരണക്കാരനായിട്ടുള്ള വിശ്വരേത. സുരേശ ശരണം ശർമ്മ വിശ്വരേത. പിന്നെ പ്രജാഭവ. പ്രജാഭവ, പ്രജ ഭവിക്കുന്ന, പ്രജകൾ, പ്രജ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നൊക്കെ അർത്ഥം. പ്രജകൾ ഭവിക്കുന്നയാള് പ്രജാഭവൻ. അത് എവിടുന്നാണോ അതാണ് പ്രജാഭവ. അതായത് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുന്നത് എവിടുന്നാണോ എന്നുള്ള അദ്ദേഹം, അതാണ് പ്രജാഭവ. അതും അകാരാന്തായിട്ടുള്ള രൂപമാണ് പ്രജാഭവ എന്നുള്ളത്. ഇപ്പൊ പ്രജാഭവായ എന്ന് വരും. ഇപ്പൊ വിശ്വരേത എന്നുള്ളത് വിശ്വരേതസേ നമ, പ്രജാഭവായ നമ. അടുത്തത് പ്രജാഭവ.
ഈശ്വരേതാ പ്രജാഭവ. അടുത്തത് അഹ. ആ ഹ വിസർഗം. അഹ. അഹ എന്നുള്ള വാക്കിന് സാധാരണ ഈ പകൽ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അഹസ്, അഹസ് പറക്കുക എന്നൊക്കെ പറയും. അഹസ് എന്ന് പറഞ്ഞാല് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോ പിന്നെ പകല്, രാത്രി, അങ്ങനെ രണ്ട് തരത്തില് കൂടിയത് എന്നൊരർത്ഥം അഹസ്. അതിൽ പകലിനെ അഹസ്സായിട്ട് പറയും, പകൽ സമയം എന്നുള്ള അർത്ഥത്തില് അഹ. പിന്നെ സംവത്സര. സംവത്സര. അഹ സംവത്സര. അഹ എന്നുള്ളത് അകാരാന്താണ്. അഹായ നമ. അല്ല, അഹ. അടുത്തത് സംവത്സര. സംവത്സരം എന്നുള്ള വാക്കിനർത്ഥം കൊല്ലം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഒരു കൊല്ലം, ഒരു സംവത്സരം എന്നൊക്കെ പറയും. അപ്പോ ഈ ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഈ കൊല്ലം എന്നുള്ളത് അല്ലെങ്കിൽ ഈ കാലചക്രം എന്നുള്ളത് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം, കാലചക്രത്തിന്റെ കാലചക്രം എവിടെ നിന്നാണ് വരുന്നത്? കാലത്തിന്റെ നാഥനായിട്ടുള്ള, ഈ കാലചക്രത്തിന് അതീതനായിട്ടുള്ള, ആ കാലചക്രം ഉണ്ടാവാനുള്ള കാരണക്കാരനായിട്ടുള്ള, അതാണ് കാലൻ. കാലം, കാല, കാലത്തിന്റെ സങ്കല്പമായിട്ടുള്ള, അതൊക്കെ ഉത്ഭവിക്കുന്ന, അങ്ങനെയാണ് സംവത്സര. കൊല്ലം എന്ന് നമ്മൾ സാധാരണ ലൗകികമായിട്ട് പറയും. അഹ സംവത്സരോ. അടുത്ത സംവത്സര കഴിഞ്ഞാൽ വ്യാള എന്നാണ്. വ്യാള. വ്യാള. വ്യാള എന്നുള്ളത് അകാരാന്തായിട്ടുള്ള രൂപമാണ് വ്യാള. ഈ വ്യാള എന്നുള്ളതിന് വേറെ അർത്ഥം സർപ്പം, പാമ്പ് എന്നൊക്കെ അർത്ഥം. ഈ വ്യാള എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പറ്റാത്ത അത്രയും ഉള്ള അർത്ഥം, സമീപിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഒരു അർത്ഥത്തില് വ്യാള എന്നുള്ള പേര്. സാധാരണ പാമ്പാണെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ മടിയാണല്ലോ, ഇപ്പൊ പൊതുവെ പേടിയാണല്ലോ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ തന്നെ വ്യാള. എന്തുകൊണ്ടാണ് വ്യാളനായിട്ട് മാറുന്നത്? ആർക്കാണ് അടുക്കാൻ പറ്റാത്തത്? ആർക്കെങ്കിലും അല്ല, ഈ ഭക്തി ഇല്ലാത്തവർക്ക്, വേണ്ടതുപോലെ ആ ഭഗവാനെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലാത്തവർക്ക്, അത് ദൈവമാണോ സത്യമാണോ എന്നൊക്കെ സംശയമായിട്ടുള്ളവർക്കൊക്കെ ഇത് സർപ്പത്തിനെ പോലെ ഭയങ്കരമാണ്. അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത്, നമുക്ക് അടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താനാവില്ല. ഇങ്ങനെ വഴുവഴുപ്പുള്ളത്, നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ വഴുവഴുപ്പുണ്ടെങ്കിൽ നമ്മളിത് ഈ വഴുതിയിട്ട് മാറിപ്പോകും. അപ്പൊ അതിന് വഴുവഴുപ്പുള്ളതായത് കൊണ്ട് തന്നെ വേണ്ട സ്ഥലത്ത് എത്താൻ ബുദ്ധിമുട്ടുള്ള, അപ്പൊ അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ വ്യാള. അഹ സംവത്സരോ വ്യാള. വ്യാളായ. പിന്നെ പ്രത്യയ. പ്രത്യയ. പ്രാപ്ത്യയ. പ്രത്യയം എന്ന് പറഞ്ഞാല് അറിവാണ്. ആ അറിവിന്റെ സ്വഭാവം ഉള്ളയാള്, ജ്ഞാനമാകുന്ന സ്വഭാവം, അറിവാകുന്ന സ്വഭാവം അത് തന്നെ ഉള്ളയാള്. ഈ പരമാത്മാവ്, ജീവാത്മാവ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. ആ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജ്ഞാനം ആണ്, അറിവാണ്. ആ പരമാത്മാവ് ജ്ഞാനമാണ്. ആ പരമോന്നതമായിട്ടുള്ള ജ്ഞാനം, അത് അറിവിന്റെ, ആ ബോധത്തിന്റെ, ബോധം കൊണ്ട്, ആ ബോധമാകുന്ന വെളിച്ചം കൊണ്ട് ആണ് ഈ അറിവുകളൊക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ളയാള്, ഓരോന്നിനെ കുറിച്ചും അവബോധമുള്ളയാള്, ശുദ്ധമായിട്ടുള്ള അറിവുള്ളയാള്.
അങ്ങനെയൊക്കെയാണ് പ്രത്യയ. അടുത്തത് സർവദർശന. സർവദർശന വാക്കിന്റെ അർത്ഥം പോലെ തന്നെയാണ്. സർവം ദർശയതി ഇതി സർവദർശന. എല്ലാം കാണുന്നയാള്, എല്ലാം കാണുന്നവൻ, എല്ലാം കാണുന്നയാളാണ് എന്ന് നമ്മള് ചിലപ്പോൾ ഉപനിഷത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത്, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്, സൂചിപ്പിക്കാൻ കഴിയുന്നത്, അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. കണ്ണുകൾക്ക് കാണാൻ, ചെവികൾക്ക് കേൾക്കാൻ, അതുപോലെ സംസാരിക്കാൻ, അനുഭവിക്കാൻ, ചിന്തിക്കാൻ, ഇങ്ങനെയൊക്കെ കഴിയുന്ന പല പല വിഷയങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ബോധം ഉണ്ടാവുന്ന തത്വം അത് പ്രകടമായിട്ട് വരുന്നത് ആരുടെ കഴിവ് കൊണ്ട്? എല്ലാ സ്ഥലത്തും ഒന്നായിട്ടുള്ള ആള്, എല്ലാവരെയും ഒരേപോലെ കാണുന്നയാള്, ഒരേ ഒരു ദർശനമായിട്ടുള്ള ആള്. അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് സർവദർശന എന്നുള്ളൊരു പര്യായം വന്നത്. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ഇങ്ങനെ പഠിക്കാം. അജസർവേശ്വര സിദ്ധ. അത് പിന്നെ അടുത്ത ക്ലാസ്സിലാവാം. ഇത് തന്നെ ഒന്നുകൂടി ശരിയാക്കാം. സുരേശരണം ശർമ്മ സുരേശരണം ശർമ്മ സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ. അവിടെ വിശ്വരേതാ എന്നതിന്റെ വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം. അതുകൊണ്ടാണ് വിശ്വരേതാ പ്രജാഭവ. അപ്പൊ അവിടെ ഒരുമിച്ച് ചെല്ലുന്ന സമയത്ത് ചിലപ്പോ ബാക്കിയുള്ളവര് കൂടുതൽ ചെല്ലി പോകുന്ന നോക്കണ്ട. ചെല്ലേണ്ടത് നമ്മളെ കൃത്യമായിട്ട് ചെല്ലുന്ന വേണം. വിശ്വരേതാ പ്രജാഭവ. വിശ്വരേതാ പ്രജാഭവ. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ. അഹ സംവത്സരോ വ്യാള. സംവത്സര എന്ന് പറയുന്നതിനേക്കാൾ സംസ്കൃതം കൈകാര്യം ചെയ്യുന്നവർ കൂടുതലും സംവത്സര എന്ന് ചൊല്ലും. മലയാളികള് സംവത്സര എൽ എന്നുള്ള രീതിയിലും ചെല്ലാറുണ്ട്. ഏതായാലും അഹ സംവത്സരോ വ്യാള. അഹസം എന്ന് വരും. ആ വിസർഗം സകാരായിട്ട് സം. അഹ സംവത്സരോ വ്യാള. പ്രത്യയ സർവദർശന. പ്രത്യയ സർവദർശന. പ്രത്യയ സർവദർശന. അഹ സംവത്സരോ വ്യാള. പ്രത്യയ സർവദർശന. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ.
അഹ സംവത്സരോ വ്യാള. പ്രത്യയ സർവദർശന. രണ്ടും കൂടി നമുക്ക് ഇന്ന് ചൊല്ലി പഠിച്ച രണ്ടും കൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഒരുമിച്ച് എന്റെ കൂടെ തന്നെ ചൊല്ലിയാ മതി. അനുത്തമോ അല്ല, അതല്ല. ഈശ്വരോ വിക്രമീധന്വീ മേധാവീ വിക്രമ ക്രമ. അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ കൃതിരാത്മവാൻ. സുരേശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ. അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിലുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഇതിന്റെ നാമം മുഴുവൻ പറഞ്ഞിട്ടില്ലയോ സംശയം അല്ലേ? അപ്പോ ഏതാണ് നാമങ്ങൾ വരുന്നത്? സുരേശൻ അല്ലെ? സുരേശായ നമഃ. ശരണായ നമഃ. ശർമ്മണേ നമഃ. വിശ്വരേതസേ നമഃ. പ്രജാഭവായ നമഃ. പിന്നെ അഹ എന്നുള്ളത് അഹന്നാണ്. അഹ അതിന്റെ പറഞ്ഞില്ല എന്നാ തോന്നുന്നു. അഹ്നേ നമ എന്ന് വരും. അഹ എന്നുള്ളത് അഹ്നേ. അഹ അഹ്നി അഹനി അഹാനി എന്നുള്ള അതാണ് രൂപം വരിക. അപ്പൊ അഹ്നേ നമ എന്ന് വരും. പിന്നെ സംവത്സരായ എന്ന് വരും. അടുത്തത് വ്യാളായ. അത് വ്യാലായ എന്നായാലും തെറ്റില്ല എന്ന് ചിലർ പറയും. കാരണം ലളയോരഭേദ എന്ന് ഒരു ഇതുണ്ട്. സംസ്കൃതത്തിൽ ള എന്നുള്ളതിനേക്കാൾ ല എന്നുള്ള അക്ഷരമാണ് കൂടുതൽ ഉണ്ടാകുക. ല എന്നാണ് ഉണ്ടാകുക. അപ്പൊ വ്യാലായ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ മലയാളികൾക്ക് കുറേയൊക്കെ വ്യാളായ എന്ന് ചൊല്ലും. ഏതായാലും രണ്ടായാലും തെറ്റ് വരുന്നില്ല. ലളയോരഭേദ പറയാറുണ്ട്. വ്യാളായ നമ. വ്യാളായ. പ്രത്യയായ നമ. പിന്നെ സർവദർശനായ നമ. പിന്നെ അജായ നമ. സർവേശ്വരായ നമ. സർവേശ്വര സിദ്ധ അല്ല, അത്ര എത്തിയില്ലല്ലോ അല്ലെ? സർവദർശന ഇവരെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇപ്പൊ സർവദർശനായ നമ അങ്ങനെ വരും. അത്ര വരെയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബാക്കിയുള്ള ഭാഗം അജസർവേശ്വരൊക്കെ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇത് തൽക്കാലം നിർത്താം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ